ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ ഷൈൻ ടോം ചാക്കോയെയും ശ്രീനാഥ് ഭാസിയെയും ഒപ്പം തന്നെ മോഡൽ സൗമ്യയെയും ആലപ്പുഴ എക്സൈസ് ഓഫീസിൽ ചോദ്യം ചെയ്യുകയാണ്. ഇവർ മാധ്യമപ്രവർത്തകരോട് പ്രതികരിക്കാൻ തയ്യാറായിരുന്നില്ല. ലഹരി ഇടപാടുമായി ബന്ധമില്ലെന്നും ചോദ്യം ചെയ്യലിന് ഹാജരാകുന്നതിന് മുൻപ് മോഡൽ സൗമ്യ പറയുകയുണ്ടായി. അതേസമയം തന്നെ ഒരു ഡി അഡിക്ഷൻ സെന്ററിൽ നിന്നാണ്, ചികിത്സയിൽ നിന്നാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ചോദ്യം ചെയ്യുന്നതിന് വളരെ വേഗത്തിൽ ചോദ്യം ചെയ്ത് വിടണം എന്നൊരു നിലപാടായിരുന്നു ഷൈൻ ടോം ചാക്കോ സ്വീകരിച്ചിരുന്നത്. പക്ഷേ എക്സൈസ് പറയുന്നത് അങ്ങനെ ഒരു സമയക്രമമൊന്നും നിശ്ചയിക്കാൻ കഴിയില്ല. ഈ പൂർണ്ണമായി ചോദ്യം ചെയ്തതിനു ശേഷം മാത്രമേ വിട്ടയക്കുന്ന കാര്യത്തെക്കുറിച്ച് തീരുമാനമുണ്ടാവുകയുള്ളൂ എന്നാണ് എക്സൈസും പറഞ്ഞിരിക്കുന്നത്. ഹൈബ്രിഡ് വേണമെന്ന് സാർമാരോട് സംസാരിക്കണം പ്ലീസ്. ഇതെന്താ നിങ്ങളെ പ്ലീസ് മാറും 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 മാറും. ഇല്ല, ഒന്നും പറയാനില്ല. അതിനെക്കുറിച്ച് എനിക്കറിയില്ല. അത് അവളെ കുറിച്ച് അറിയാം, ഫ്രണ്ടാണ്. അപ്പൊ അതിനെ കുറിച്ച് ചോദിക്കാൻ വേണ്ടി വിളിച്ചത്. അറിയാം. അറിയാം. ഇല്ല, അറിയില്ല. അറിയില്ല. ഞാൻ പറയാം. ഇല്ല, അതിനെ കുറിച്ച് അറിയില്ല. ഇല്ല, ഒരു ബന്ധമില്ല. അറിയാം, കൊച്ചിയിൽ വന്നിട്ട് അറിയാം. പരിചയമുണ്ട്. അതേസമയം തന്നെ ചോദ്യം ചെയ്യൽ പൂർത്തിയായി കഴിഞ്ഞാൽ മാത്രമേ താരങ്ങളെ വിടുവെന്ന് എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണർ എസ് അശോക് കുമാർ പറഞ്ഞു. എല്ലാ കാര്യങ്ങളും ചോദിച്ചറിയും. ചോദ്യം ചെയ്യൽ എത്ര സമയമെടുക്കുമെന്ന് പറയാൻ പറ്റില്ല എന്നും എക്സൈസ് കമ്മീഷണർ പറഞ്ഞു. അതൊക്കെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യും. അല്ല, കക്ഷി എന്ത് ആവശ്യപ്പെട്ടാലും അതിന്റെ നിയമപരമായിട്ടുള്ള രീതിയിലായിരിക്കും കാര്യങ്ങൾ ചെയ്യുന്നത്. അല്ല, അത് ആവശ്യപ്പെട്ടാലും പെട്ടില്ലെങ്കിലും അത് കക്ഷിക്ക് ആവശ്യപ്പെടാനുള്ള ഇതുണ്ടല്ലോ. പക്ഷെ നമ്മൾ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് എന്തെല്ലാമാണ് അതിനകത്ത് ക്ലാരിറ്റി വരുത്തേണ്ടത്, അത്തരം കാര്യങ്ങളിലേക്ക് പോകും. അതിപ്പം പറയാൻ കഴിയില്ല. എത്ര സമയം കാണും എന്നുള്ളത് പറയാൻ കഴിയില്ല. ആലപ്പുഴയിൽ നിന്ന് ഷാജഹാൻ കൂടി ചേരുകയാണ്. ഷാജഹാൻ, ഈ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ ഇപ്പോൾ ഷൈൻ ടോം ചാക്കോ, ശ്രീനാഥ് ഭാസി, മോഡൽ സൗമ്യ, 3 പേരെയാണ് ഇപ്പോൾ എക്സൈസ് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ചോദ്യം ചെയ്യൽ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? നമുക്ക് എന്തെങ്കിലും വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ലഭ്യമാകുന്നുണ്ടോ? മനു, എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണർ അശോക് കുമാറിന്റെ നേതൃത്വത്തിലുള്ള എക്സൈസ് സംഘമാണ് ചോദ്യം ചെയ്തു വരുന്നത്. ഇപ്പോൾ മോഡലായിട്ടുള്ള സൗമ്യയാണ് ചോദ്യം ചെയ്യുന്നത്. ഇവർക്ക് നേരത്തെ നിരവധി കേസുകൾ ഒരു പ്രതിയാണ് എന്ന് എക്സൈസ് പറയുന്നത്. 53ഓളം കേസുകൾ ഇവർക്കെതിരെ ഉണ്ട്. ഈ ഹൈബ്രിഡ് കഞ്ചാവുമായി അതോടൊപ്പം മയക്കുമരുന്ന് കഞ്ചാവുകൾ അടക്കം ഇവർക്ക് സിനിമാ മേഖലയുമായിട്ട് ബന്ധമുണ്ട്. ഇവർക്ക് ഒട്ടനവധി മോഡലുകളെ സപ്ലൈ ചെയ്യുന്ന ജോലിയൊക്കെ ഉണ്ട്. അങ്ങനെ അത്തരത്തിൽ സിനിമാ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഇവരും തസ്ലീമായിട്ട് അടുത്ത ബന്ധമാണുള്ളത്. ഇത്തരത്തിൽ ലഹരി മരുന്നുകൾ സിനിമാ മേഖലയിലേക്ക് എത്തുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് എക്സൈസ് സംശയിക്കുന്നത്. അത്തരത്തിലുള്ള അവർക്ക് കൃത്യമായ രേഖകൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്താണ്, തെളിവുകൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചതും ഇപ്പോൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നതും. ഇതിനുശേഷം ഷൈൻ ടോമിനെയും അതോടൊപ്പം തന്നെ ശ്രീനാഥ് ഭാസിയെയും ചോദ്യം ചെയ്യും. നാളെ 2 സിനിമാ മേഖലയിൽ നിന്നുള്ള 2 പേരെ കൂടി നാളെയും ചോദ്യം ചെയ്യും. എന്തായാലും ഈ സിനിമാ മേഖലയും ലഹരി മരുന്നുമായിട്ടുള്ള ബന്ധം, ഇതാർക്ക് വേണ്ടി കൊണ്ടുവന്നു, ഇതിന്റെ പിന്നിൽ ആരാണ്, ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ അറിയേണ്ടതുണ്ട്. സിനിമാ മേഖലയിൽ തന്നെ പ്രവർത്തിക്കുന്ന മറ്റു ചിലർക്കും ഇതിനകത്ത് ബന്ധമുണ്ട് എന്ന് തന്നെയാണ് എക്സൈസ് സംശയിക്കുന്നത്. അത്തരത്തിലുള്ള സൂചനകൾ ലഭിച്ചിട്ടുണ്ടെങ്കിൽ പോലും അത് വ്യക്തമാക്കുന്നതിന് വേണ്ടിയിട്ട് കൂടിയാണ് ഇവരെ നേരിട്ട് വിളിപ്പിച്ച് ചോദ്യം ചെയ്തു വരുന്നത്. എന്തായാലും ചോദ്യം ചെയ്തതിനു ശേഷം മാത്രമേ ഇത് സംബന്ധിച്ച് വ്യക്തത വരികയുള്ളൂ. ഇപ്പോൾ നിലവിൽ സൗമ്യയാണ് എക്സൈസ് ചോദ്യം ചെയ്തു വരുന്നത്. ശരി, ഷൈൻ ടോം ചാക്കോ, ഒപ്പം തന്നെ ശ്രീനാഥ് ഭാസി, മോഡൽ സൗമ്യ, ഇവരെ 3 പേരെയാണ് ചോദ്യം ചെയ്യുന്നത്. ഇപ്പോൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് മോഡൽ സൗമ്യയാണ്. ഇപ്പോൾ ഷാജഹാനാണ് ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ നൽകുന്നത്.